ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മീൻ പൊള്ളിച്ചതാണ്. ഞാൻ മീൻ പൊള്ളിച്ചപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുന്നത് മാത്രം. ആദ്യമേ ഞാൻ ആ മീനൊന്ന് തൂക്കി നോക്കി. 3/4 കിലോയോളം മീനുണ്ടത്. അത് നമ്മൾക്ക് ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കണം. അതിനായിട്ട് ഞാൻ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ഉപ്പ്, ഇത് എല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മസാല വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് നാരങ്ങാനീരിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മീനിലേക്ക് ആ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മീൻ പൊള്ളിക്കുമ്പോഴും അതുപോലെ തന്നെ മസാലയൊക്കെ പുരട്ടി ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഒന്ന് നന്നായിട്ട് മീൻ പൊള്ളിക്കുന്നതിന് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പം ഞാൻ ആ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് രണ്ട് വശവും മീനിൻ്റെ 2 വശവും ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ആ മീനിൻ്റെ എല്ലാ ഭാഗത്തും ആ മസാലകൾ ചെല്ലുന്ന വിധത്തിൽ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ മസാലകളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ആ വരഞ്ഞ ഭാഗത്തുമൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തു. ഇങ്ങനെ മസാലകളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ഒരു 10 മിനിറ്റ് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായിരിക്കും നല്ലത്. അതിന് ശേഷം നമ്മൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 10 മിനിറ്റ് ശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഇച്ചിരി വ്യാസമുള്ള പാൻ എടുക്കുകയാണ് നല്ലത്. പക്ഷേ നമ്മുടെ മീൻ അതിനകത്ത് കൊള്ളണമല്ലോ. ഞാൻ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് എണ്ണയെ ഒഴിക്കുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾക്ക് ആ മീൻ ആ പാനിലേക്ക് ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആ പാനിലേക്ക് നമ്മൾക്ക് മീനൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളുടെ മീൻ ആ പാനിൽ കറക്റ്റാണ്. ഇതുപോലെ ഇത്രപോലെ വലിയ മീനൊക്കെ നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വലിയ പാൻ വേണമല്ലോ നമ്മൾക്ക്. ഇത് നമ്മൾ നന്നായിട്ട് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വശം നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞും അതുപോലെ തന്നെ ദശയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനതങ്ങ് മറിച്ചിടുകയാണ്. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അല്ലാതെ വെച്ചാൽ നന്നായിട്ട് ഫ്രൈ ആകാത്ത കാരണം അതിൻ്റെ ദശയൊക്കെ പതുക്കെ ഒന്ന് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇച്ചിരിയൊക്കെ കുറച്ച് ചെറുതായിട്ടൊന്ന് എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂല്ലോ. ഇപ്പോൾ 2 വശവും മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനത് മീനെടുത്ത് 10 മിനിറ്റായി. 2 വശവും കൂടി 10 മിനിറ്റ് സമയമെടുത്തു. ഉണ്ടോ? ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണല്ലോ ഇത്. എന്താ വെച്ചാൽ നമ്മളുടെ ആ മീനിൻ്റെ ദശയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞും കിട്ടണം. അപ്പോൾ അങ്ങനെ ഞാൻ ആ മീനെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 12 ചെറിയ ഉള്ളിയോളം ഉണ്ട്. ചെറിയ ഉള്ളിക്കകത്ത് നമ്മൾ ഇത് മീനൊക്കെ പൊള്ളിക്കാനായിട്ട് അതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഒരു 10-12 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒത്തിരി നല്ലതാണല്ലോ നമ്മൾക്ക് മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട്. ഇനി അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചതച്ച് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നീട് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 2 വേപ്പില അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. പച്ചമുളക് നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ അന്നേരം അത് താമസിച്ചാണ് ഇട്ടു. കുഴപ്പമില്ലാതെ നമുക്ക് അത് വഴഞ്ഞ് കിട്ടിക്കോളും. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി 1 ടീസ്പൂണോളം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ആ മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോഴും അപ്പോൾ നന്നായിട്ട് നമ്മളുടെ മസാല ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ മസാലകളൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾക്ക് അവിടെ ഇരിക്കട്ടെ. ആ മസാലയിലേക്ക് നമ്മൾക്ക് ഒരു ടൊമാറ്റോയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് നമ്മളുടെ ടൊമാറ്റോ നമ്മൾക്കൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. മസാല വഴഞ്ഞു വരുമ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വഴഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് സോഫ്റ്റായി വഴഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളിതിൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ തേങ്ങ അരച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്, തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്കിൾ ടോം ടേസ്റ്റ് അടിച്ചു കൊടുത്താൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും 2 പീസ് ഞാൻ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾക്കതിന് സെപ്പറേറ്റ് പാലുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇട്ട് കൊടുത്താൽ മതി. ആ പാൽ ഒഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമ്മളുടെ പണി നല്ല എളുപ്പമല്ലേ അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ. വീണ്ടും ഞാൻ അതിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. അങ്ങനെ നമ്മളുടെ മസാല നല്ല മണമൊക്കെ വരുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ മസാല തണുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് ഒരു വാട്ടിയ ഇലയിലേക്ക് ഇട്ട് കൊടുത്തു. അടിഭാഗത്ത് മീൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുത്തു. ഒരില വാട്ടിയെടുത്ത് അടിയിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം മീൻ വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഞാൻ കൈകൊണ്ട് അതിൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് മസാല ഉള്ളിലേക്ക് കയറ്റി വെച്ചതാണ്. ബാക്കിയുള്ള മസാലയിൽ പൊതിഞ്ഞിരിക്കണം നമ്മളുടെ മീൻ, അടിയിലും മുകളിലും ഒക്കെ ആയിട്ട്. വാട്ടിയ ഇലയിൽ വേണം വയ്ക്കാനായിട്ട്. ഇല വാട്ടിയെടുത്ത് അതിലേക്ക് അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മീനൊന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല നിറച്ച് നമ്മൾക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. വാട്ടിയ ഇലയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ പൊതിയുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് മടക്കി നമ്മൾക്ക് വാഴയുടെ നാര് കൊണ്ട് തന്നെ നമുക്കൊന്ന് കെട്ടാനായിട്ട് നോക്കാം. നാര് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ വാഴയിലയിൽ പൊതിഞ്ഞ മീൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കെട്ടിയെടുക്കണം. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾക്കൊന്ന് കെട്ടിക്കൊടുക്കണം. പക്ഷേ കെട്ടാൻ നോക്കിയിട്ട് അത് കെട്ടാനായിട്ട് പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാര് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കെട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് കെട്ടാൻ നോക്കിയിട്ട് അത് കെട്ടാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് 4 നാരെന്നുള്ളത് 2 ആക്കുകയാണ്. 2 കൂടി 2 വീതം കൂട്ടിക്കെട്ടിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാര് ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുകയാണ്.
ഇതുപോലെ ഈ ഒരു രീതിയിൽ അതൊന്ന് ഉണ്ടോ, ഇത് അതുപോലെ ഒന്ന് കൂട്ടിക്കെട്ടിയിട്ട് അങ്ങനെ മറ്റതും അതുപോലെ തന്നെ എടുത്ത് ഒന്ന് കൂട്ടിക്കെട്ടുകയാണ്. കുറച്ച് നീളം വേണം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണമെങ്കിൽ. അപ്പം ഞാനങ്ങനെ അത് കെട്ടിവെച്ചു. ആ നാര് കൊണ്ട് ഇതുപോലെ അങ്ങ് കെട്ടിവെച്ചു. ഇനി നമ്മൾക്ക് വീണ്ടും ഒരു പാൻ ഇതുപോലെ നമ്മൾ മസാല മാറ്റിയ നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് വീണ്ടും ഒന്നും കൂടി വെച്ച് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മീൻ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിൻ്റെ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം വെച്ച്, ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് 5 മറിച്ചും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങ് എടുക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്ത് ഇലയിലും ഫ്രൈ ചെയ്ത ആ മീനെടുത്തു. കണ്ടോ, നമ്മുടെ മീൻ പൊള്ളിച്ചത് വളരെ ടേസ്റ്റായിട്ട് ആ മസാലകളൊക്കെ പിടിച്ച് നല്ല ആവി പറക്കുന്ന വിധത്തിൽ നമുക്കത് ചൂടോടുകൂടി കഴിക്കാം. വളരെ ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.